ആരും അറിയാത്ത പെൺകുട്ടികൾ അറിയാത്ത രഹസ്യം അല്ലേ? അവിടെ ഞാൻ മനസ്സിലാക്കി 2 ഓപ്ഷൻ ഉണ്ട് എനിക്ക്, നീറ്റ് ജോയിൻ ചെയ്യുന്നവരെ അങ്ങനെയല്ലായിരുന്നു. പിന്നെ ശേഷം എല്ലാം മാറി, +1 +2 ആണ് സാധാരണ 10ാം ക്ലാസ് പോലെയല്ല. നീ ആയിരിക്കും ചിലപ്പോ അവിടുന്ന് ആദ്യമായിട്ട് അപ്പം ഇനി ഒരു ഇതിലൊന്നും നിൽക്കേണ്ടില്ല. 700+. 600 മോഹമൊക്കെ മാറ്റിയത് അവരായിരിക്കും. ഹായ്, ഇതെനിക്ക് തോന്നുന്നു എൻ്റെ 10ാമത്തെ ഇൻ്റർവ്യൂ എങ്ങനെയാണെന്ന് തോന്നുന്നുണ്ട്. ഇന്ന് എൻ്റെ കൂടെ ഉള്ളത് 10ാം ക്ലാസ് കഴിയുന്നത് വരെ നീറ്റ് എന്താ, ജെഇ എന്താ, എന്താണ് IIT എന്നൊന്നും അറിയാത്ത ആളായിരുന്നു മിസ്റ്റർ റംഷാദ്. ആൻഡ് ഇപ്പം അവൻ നീറ്റ് എഴുതി, ജെഇ എഴുതി. ജെഇയിൽ എത്ര 98.3%, നീറ്റിന് ഇപ്പോൾ ഒരു എക്സ്പെക്റ്റഡ് സ്കോർ 691 ആണല്ലേ? യെസ്. അപ്പം റംഷാദാണ് ഇന്ന് എൻ്റെ കൂടെ ഉള്ളത്. എന്താണ് റംഷാദ് നിങ്ങളോട് പറയാനുള്ളതെന്നൊക്കെ നോക്കാം. യെസ്. അപ്പം സാധാരണ എൻ്റെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, എങ്ങനെ ഇതിലേക്ക് എത്തിയത് ഈ ഒരു നീറ്റ് ജെഇ എന്നൊക്കെയുള്ള സാധനത്തിൽ? നമ്മള് ഇങ്ങനെ ഇപ്പൊ വെറുതെ ഇരിക്കുന്ന പോലെ തന്നെ ആയിരുന്നു ഒരു ടൈം. 10ാം ക്ലാസ് എക്സാം കഴിഞ്ഞ് ഇങ്ങനെ വെറുതെ ഇങ്ങനെ, അതായത് ഇപ്പൊ നീറ്റൊക്കെ കഴിഞ്ഞ് വെറുതെ ഇരിക്കുന്ന 10 കഴിഞ്ഞിട്ട് വെറുതെ ഇരുന്നുണ്ടായിരുന്നു. അപ്പൊ ഞാൻ 10ാം ക്ലാസ്സിൽ മോഡൽ എക്സാം, പബ്ലിക് എക്സാമിനൊക്കെ ഏജ് ലൈവ് കാണും. അത് നിങ്ങൾ സാറിനൊക്കെ എന്ത് വെച്ച് ഒരു ഇത് വെച്ച് ഫ്യൂച്ചർ പ്ലാൻ അങ്ങനെ എന്തെല്ലാം. അപ്പാണ് ഞാൻ നീറ്റ് ജെഇ എന്നുള്ള സംഭവത്തെ പറ്റി. അപ്പം പിന്നെ കുറെ വീഡിയോസ് ഇങ്ങനെ യൂട്യൂബ് സെർച്ച് ചെയ്ത് കണ്ട് ഇങ്ങനെ മനസ്സിലാക്കിയെടുത്ത് അവിടെ ഞാൻ മനസ്സിലാക്കി 2 ഓപ്ഷൻ ഉണ്ട് എനിക്ക്, നീറ്റ് ജെഇ. ഇപ്പൊ ഏത് നോക്കണം ചേച്ചി. അപ്പൊ ഇങ്ങനെ അത് ഞാൻ സെർച്ച് ചെയ്ത് നോക്കിക്ക്, വിച്ച് ഈസ് ബെറ്റർ നീറ്റ് ഓർ ജെഇ. അപ്പൊ ഇങ്ങനെ ഓരോ ഇങ്ങനെ കമ്പാരിസൺ നടത്തും നീറ്റ് ജെഇ. അതിലിങ്ങനെ പൊതുവേ യൂട്യൂബിൽ എന്താ പറയാ, നീറ്റാണ് കുറച്ചുകൂടി ഈസി, ജെഇ കുറച്ചുകൂടി ടഫാണ്. അപ്പൊ നമ്മള് സേഫായ ഭാഗത്ത് എടുക്കാന്നുള്ള, അല്ലാതെ പ്രത്യേകിച്ച് ഡോക്ടർ ആവണം, സ്റ്റെതസ്കോപ്പ് കണ്ട് ഡോക്ടർ ആവാൻ ആഗ്രഹിച്ച ആളൊന്നല്ല. സത്യത്തിൽ ജോയിൻ ചെയ്യുന്നവരെ അങ്ങനെയല്ലായിരുന്നു. പിന്നെ ശേഷം എല്ലാം മാറി. ഇതിനോടൊക്കെ താല്പര്യം, അല്ലാതെ ഇപ്പൊ നാട്ടുകാരെ സേവിക്കണം അങ്ങനത്തെ ഒന്നും ആ സമയത്ത് എനിക്ക് ഉണ്ടായിരുന്നില്ല. അതായത് 10ാം ക്ലാസ് ഇനിയിപ്പോ എന്ത് എന്നുള്ള രീതിയിൽ ഇങ്ങനെ നോക്കിയപ്പോ 2 ഓപ്ഷൻ കണ്ട്, നീറ്റും ജെഇയും. പിന്നെ അതിനെ കുറിച്ച് ഓരോ നോക്കി, ആകെ ഒറ്റ റീസൺ നീറ്റ് എടുക്കാനുള്ളൂ. നീറ്റ് കുറച്ചും കൂടെ എളുപ്പമാണെന്നുള്ളതാണ്. ആൻഡ് പാരന്റ്സിനൊന്നും അങ്ങനെ ഒരു ആഗ്രഹം അങ്ങനെയൊന്നും ഉണ്ടായിരുന്നില്ല. ഞാൻ ഇതുപോലെ എത്തിയത് നീറ്റ് എടുക്കണോ ചെയ്യുന്നത്, അതുപോലെ ഞാൻ ആദ്യം പറഞ്ഞിരുന്നില്ല. പിന്നെ എല്ലാം കഴിഞ്ഞ് ഇങ്ങനെ ഇതുണ്ട്, ഞാൻ ജോയിൻ ചെയ്യണമെന്ന് വിചാരിച്ചില്ല ജോബോട്ടില് ഇന്റഗ്രേറ്റഡില്. അപ്പൊ ഞാൻ എന്ത് ചെയ്തേക്ക്, ഒരു മെയ് ഒക്കെ ആയപ്പോ തന്നെ നാട്ടില് ട്യൂഷൻ സെന്ററിൽ പോയി +1 ബോർഡ് എക്സാം. നീ ഏറ്റവും ലാസ്റ്റ് തുടങ്ങിയ ബാച്ചിലുള്ളതായിരുന്നു നമ്മളെ കൂടെ. ബോർഡ് എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്ത് തുടങ്ങിക്ക് മെയ്യിൽ തന്നെ. അല്ല കഴിഞ്ഞ് പിന്നെ വന്ന് ജോയിൻ ചെയ്യാൻ ഇങ്ങനെ പാരന്റ്സിനോട് പറഞ്ഞു ഡോക്ടർ ആകാം. അതെന്താ അവിടുന്ന് ഇങ്ങോട്ടേക്ക് വരാൻ തോന്നി? അവിടെ ഓൾറെഡി ട്യൂഷനൊക്കെ ചേർന്നിട്ട്? അവിടെ ഓൾറെഡി ട്യൂഷൻ ചേർന്ന്, പക്ഷെ ഞാൻ പോയിരുന്നത് നല്ല വേലല്ല. ട്യൂഷനും വരൂ, പഠിക്കൂല, വെറുതെ വിടും. പിന്നെ മനസ്സിലാക്കിയത് +1 +2 ആണ് സാധാരണ 10ാം ക്ലാസ് പോലെയല്ല, ഇവിടെ നിന്നാല് നടക്കുന്ന കാര്യമല്ല. അപ്പൊ വരാന്ന് വിചാരിച്ച്. അപ്പം എനിക്ക് തോന്നുന്നത് നീ നാദാപുരത്ത് എവിടെയാ എക്സാക്ട്ലി വീട്? വളയത്താണ്. അതായത് കോഴിക്കോട് ജില്ലയിൽ നാദാപുരത്തെ വളയത്താണ്. അപ്പം അവിടെ നിന്നൊക്കെ എനിക്ക് തോന്നുന്നു ഇങ്ങനെ ഇന്റഗ്രേറ്റഡ് സ്കൂൾ എന്നുള്ള കൺസെപ്റ്റ് ഒക്കെ ഉണ്ടോ അവിടെ? അങ്ങനെ ഞാൻ പോകുന്നുണ്ടല്ലേ? ഓക്കെ. നീ ആയിരിക്കും ചിലപ്പോൾ അവിടുന്ന് ആദ്യമായിട്ട്. അപ്പം അങ്ങനെ ഒരു റിസ്ക് എടുക്കുമ്പോൾ ഇപ്പൊ ഫ്രണ്ട്സ് ഒന്നും കളിയാക്കിയില്ലേ? അല്ലെങ്കിൽ വേറെ ആൾക്കാർ എന്തിനാ എജു പോർട്ടൽ വരുന്നത്, പാലേ പോയാൽ പോരെ, അങ്ങനെ ഒന്നും ചോദിച്ചിട്ട്? സത്യത്തിൽ എല്ലാവരോടും പറയുന്നത് പോലും ജോയിൻ ചെയ്ത് കഴിഞ്ഞതിന് ശേഷമാണ്. അതുകൊണ്ട് അതിനുള്ള ചാൻസ് ആയിരിക്കും കൊടുത്തിട്ടില്ല. ഒരു അഭിപ്രായം പറഞ്ഞു നമ്മളെ ഡിസിഷൻ മാറ്റാന്നുള്ള തോന്നില്ല അല്ലേ? ഓക്കെ. അപ്പം ഇവിടെ വന്നതിന് ശേഷം എന്താ തോന്നിയത്? നിനക്ക് പറ്റുന്നൊരു കാര്യമാണോ? ഞാൻ ജോയിൻ ചെയ്യാൻ എങ്ങനെയെങ്കിലും ഒന്ന് 600 കടക്കണം. 600 ആണ് മാർക്ക് എന്നൊക്കെ നീ മറ്റേ യൂട്യൂബിൽ 600 കടന്നാ നീ ഇത് ഗവൺമെന്റ് കിട്ടും. ആ ടൈമിൽ അങ്ങനെയാണല്ലോ. അങ്ങനെ വന്ന് ജോയിൻ ചെയ്ത് പിന്നെ ഞാനൊരു ട്രാക്കിലാക്കി ബോർഡ് എക്സാമിന് നാട്ടിൽ പോയിട്ടുണ്ട്. അതുകൊണ്ട് ഫസ്റ്റ് ക്ലാസ്സിൽ തന്നെ നന്നായിട്ട് അങ്ങ് പെർഫോം ചെയ്യാൻ പറ്റി. അപ്പൊ തന്നെ ഇവര് സ്റ്റുഡൻസ് ഇവൻ ഇങ്ങനെ ഇത്ര ഫസ്റ്റ് തന്നെ വന്നിട്ട് എന്റെ കൂടെ കുറെ പേര് വന്നിട്ട്. അപ്പൊ പിന്നെ ഇതെല്ലാം ഇങ്ങനെ അറിയാലോ നമ്മള്. അപ്പൊ നിനക്ക് നീ അന്ന് സ്റ്റാർ ആയത് ആ ട്യൂഷന് പോയ കുറച്ച് നോളജും കൂടെ വെച്ചിട്ടാണല്ലേ? പക്ഷെ അത് ഒരു കണക്കിന് നന്നായിട്ട്, കാരണം ഞങ്ങളും നിന്നെ ഫസ്റ്റ് ഐഡന്റിഫൈ എനിക്ക് ഓർമ്മയുണ്ട്. ലാസ്റ്റ് ബാച്ചിൽ വന്നപ്പോ അവിടുന്ന് ടീച്ചേഴ്സ് ഒക്കെ പറഞ്ഞ ഒരു പയ്യനുണ്ട് നീണ്ടിട്ട് കണ്ണട വെച്ച്, പേരൊന്നും അറിയില്ല, ഭയങ്കരമായിട്ട് ആൻസേഴ്സ് ഒക്കെ കാര്യങ്ങൾ പെട്ടെന്ന് കത്തുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞത് ഞാൻ ഓർക്കുന്നുണ്ട്. അപ്പം അങ്ങനെ വന്ന് പിന്നെ എങ്ങനെ ഉണ്ടായിരുന്നു ഫസ്റ്റ് ഇയർ ഒക്കെ? ഫസ്റ്റ് ഇയർ ആ നീറ്റ് ട്രാക്കിലൊക്കെ എത്താൻ പറ്റിയാണോ നിനക്ക്? ഫസ്റ്റ് ഇയർ ഞാൻ നന്നായിട്ട് ഹാർഡ് വർക്ക് ചെയ്തിട്ടുണ്ട്. വെച്ചാല് ഫസ്റ്റ് വന്ന ടൈമില് അത്ര ഇതില്ല, ഇത് ഹോസ്റ്റലായിട്ട് എല്ലാവരും ഫെമിലിയർ ആയി വന്ന് ഒരു 1 വീക്ക് 2 വീക്ക് കഴിഞ്ഞപ്പോ എന്ത് ചെയ്ത്
എല്ലാം സെറ്റായി വന്നു. ഓക്കെ. അപ്പൊ ഞാൻ പഠിച്ചു തുടങ്ങി ആ, കിട്ടി. ആ. ആ ടൈമിൽ വെച്ചാല് ആ. ഒരു ഈവനിങ് ഒരു എക്സാം ഉണ്ടാവും വെച്ചാല് ആ. അന്നെടുത്ത ടോപ്പിക് yes, വെച്ചിട്ട് ആ. അങ്ങനെയാണ്. ആ. ഇങ്ങനെയാണ് നല്ല രസമാണ്. റാങ്ക് ലിസ്റ്റ് ഇങ്ങനെ ഉണ്ട്. ആ, ഇങ്ങനെ അതെ, ആ. ആദ്യം ലാസ്റ്റ് വെച്ചാൽ ഏകദേശം ഒരു മിഡിലൊക്കെ ഉണ്ടാവും ആ. വെച്ചാൽ 10ാമത് 9ാമതൊക്കെ. ഓക്കെ, ഓക്കെ, ആ. അതിലിങ്ങനെ അത് ഫസ്റ്റ് വന്നപ്പോ 9 എന്ന് വെച്ചാല് കുറച്ചുകൂടെ ഒരു ഇത് കിട്ടുന്നു, ആ, അതെ, അതെ. വാല്യൂ ആ, ഉണ്ടായിരുന്നു. yes, yes, yes. ഫസ്റ്റ് ടൈം അല്ലേ, അതെ, വന്ന ഉടനെ വന്ന ഉടനെ അല്ലേ. പിന്നെ ഇങ്ങനെ അത് തേർഡ് സെക്കൻഡ് അങ്ങനെ വന്ന് എനിക്ക് ഫസ്റ്റ് ഇയറിൽ ടോപ്പിലേക്ക് എത്തിയിട്ടേ ഇല്ലാന്ന് തോന്നുന്നു. വളരെ അപൂർവമായിട്ട് ഫസ്റ്റ് റാങ്ക് അടിച്ചിരിക്കുന്ന കാര്യം എനിക്കൊരു സംശയം ഫസ്റ്റ് ഇയറിൽ. അതെ, അതെ, അതെ. പക്ഷെ അന്ന് നന്നായിട്ട് ഹാർഡ് വർക്ക് ചെയ്തു. ഹാർഡ് വർക്ക് എന്ന് പറഞ്ഞാൽ എത്ര സമയം ഉറങ്ങുക? അന്നേരം ഒരു 4 to 5 അത്ര അത്ര ഉറങ്ങുള്ളൂ. എൻ്റെ കൂടെ ഷെയ്ൻ ഉണ്ടായിരുന്നു. ഷെയ്നും പിന്നെ ഹാർഡ് വർക്ക് ഹാർഡ് വർക്കിന്റെ ആളാണ്. ഞാൻ എണീക്കും, ഓനെ വിളിക്കല്ലേ, ഓനെണിച്ച് എന്നെ വിളിക്കുക. ആരും എണീക്കില്ല ഹോസ്റ്റലില്. നമ്മൾ സ്റ്റഡി ആള് കുറച്ച് ഡിസ്റ്റൻസ് വെച്ചാല് അപ്പൊ നമ്മളതില് ചാവി ഒക്കെ എത്തിയിട്ടുണ്ട്. നിങ്ങളെ വിശ്വസിച്ചിട്ട് നേരത്തെ എഴുന്നേക്കാന്നുള്ള ലെവലല്ലേ അങ്ങനെ പഠിച്ചിട്ടുണ്ടായിരുന്നു. അതെ, അതെ, അതെ. പിന്നെ സെക്കൻഡ് ഇയർ എത്തിയാൽ എപ്പോഴായിരിക്കല്ലേ ഒന്നും കൂടെ ഒരു ട്രാക്കിലേക്ക്? ആ ഫസ്റ്റ് ഇയർ നന്നായി പഠിച്ചോണ്ട് തന്നെ സെക്കൻഡ് ചാപ്റ്റർ അറിയില്ലല്ലോ നമുക്ക് മനസ്സിലാവും. ഫിസിക്സ് ഇങ്ങനെ എടുത്തു വന്നാൽ ഇത് കഴിഞ്ഞ് ഇന്നതായിരിക്കും പറയാൻ പോകുന്നത്. അത് നന്നായിട്ട് നമ്മളെ ഇത് ഹെൽപ്പ് ചെയ്യും. നമ്മളിങ്ങനെ പറയും സാർമാരോട് അത് ഇങ്ങനെ പറയുമ്പോ ഇത് കിട്ടും. ഫൈൻ. ഈ എജു പോർട്ടൽ വന്നോണ്ട് നിനക്കിതിപ്പം ഈ ഒരു സ്കോർ കിട്ടാൻ ഹെൽപ്പ് ചെയ്ത കുറച്ച് ഘടകങ്ങൾ എന്തായിരിക്കും? ഒന്ന് ഫ്രണ്ട്സ് പറയാ, ഫാക്കൽറ്റീസ് പറയാ, വെച്ചാല് നന്നായിട്ട് നമ്മളെ ഹെൽപ്പ് ചെയ്യും. നമ്മളിങ്ങനെ പറയും ഇനി ഒരു ഇതിലൊന്നും നിക്കണ്ടല്ല 700+. മോഹമൊക്കെ മാറ്റിയത് അവരായിരിക്കും. അവരാണ് സത്യത്തിൽ മാറ്റിയത്. 700+ എന്നുള്ളൊരു എയിം, സ്വപ്നം കാണാനൊക്കെ ഉള്ള. അതിൽ നിന്ന് ഓരോ സബ്ജക്ട് എങ്ങനെയാ പഠിച്ചോണ്ടിരുന്നത്? ഫിസിക്സിൽ എൻ്റെ കേസിൽ വെച്ചാല് സാർമാരൊരു ക്ലാസ് വെച്ചാല് എല്ലാരും വിചാരിക്കുക പൊതുവെ എന്നാ ഇങ്ങനെ അറിയാം, ഇന്ന് ഒരു ടോപ്പിക്സ് എത്തുമ്പോ ഐക്വേഷൻ ഇത് ഡയറക്റ്റ് പോവാം, അങ്ങനെയല്ല നമ്മൾ എജു പോർട്ട് ചെയ്തത് വെച്ചാല് ഇങ്ങനെ പറയും അതെങ്ങനെ വന്നു എന്നുള്ള കഥ ഇങ്ങനെ NCERT വെച്ചാൽ ഇങ്ങനെ ഒരു കഥ പോലെ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. ആ കഥ ഇങ്ങനെ പറഞ്ഞു തരും. അപ്പൊ കറക്റ്റ് നമ്മൾ അവിടെ നിൽക്കും. പക്ഷെ ഫിസിക്സ് കെമിസ്ട്രിയും മറന്നു പോകുന്നുള്ള സംഭവം അധികം എനിക്ക് വന്നിട്ടില്ല. അതുകൊണ്ട് തന്നെ അപ്പൊ പിന്നെ അത്ര പ്രശ്നമില്ല. നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ് പറഞ്ഞാലും പ്രശ്നമില്ല. കാരണം നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുമായിരുന്നു ഫിസിക്സിന്റെ കെമിസ്ട്രി. പിന്നെ ബയോളജി നമ്മൾ വായിച്ച് ഉണ്ടാക്കുക. പിന്നെ കുറെ ട്രിക്കുകൾ തന്നെ സാർമാർ തന്നെ പറഞ്ഞു നമുക്ക്. പിന്നെ ഇതില് നിനക്കൊരു മിസ്റ്റേക്ക് ബുക്ക്, അതുപോലെ ഒരു ഡെയിലി കലണ്ടർ, അങ്ങനെ സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നില്ലേ? മിസ്റ്റേക്ക് ബുക്ക് എങ്ങനെയാ ചെയ്തേ? മിസ്റ്റേക്ക് എക്സാം കഴിയുമ്പോ നമ്മള് ഏതാ ക്വസ്റ്റ്യൻ മിസ്റ്റേക്ക് ബുക്കിൽ ഞാൻ വെറും ക്വസ്റ്റ്യൻ ഏതാ പറ്റിയ ആ ക്വസ്റ്റ്യനും അതിന്റെ ഓപ്ഷൻസ് എഴുതിയേക്കും. പക്ഷേലോ വായിക്കുമ്പോ ഞാൻ എന്ത് ചെയ്യും, ആ ടോപ്പിക്കും അതിന്റെ മുമ്പിലത്തതും വായിക്കും. അതായത് എക്സാം ആയിട്ട് വളരെ ഡീറ്റെയിൽ ആയിട്ടാണ് ഞാൻ അനലൈസ് ചെയ്യാറുണ്ട് അല്ലേ? അതായത് ഏതൊക്കെ തെറ്റി, എങ്ങനെ ഇപ്പൊ ഒരു ക്വസ്റ്റ്യൻ തെറ്റിപ്പോയി കഴിഞ്ഞാൽ ആ ക്വസ്റ്റ്യൻ മാത്രമല്ല ആ ടോപ്പിക്കും മാത്രമല്ല അതിന്റെ അപ്പുറം ഇപ്പുറമുള്ള സാധാരണ എന്ത് വെച്ചാല് ഒരു ഇന്ന ചാപ്റ്ററിലൊന്നും തെറ്റി വെച്ചോ ആ ചാപ്റ്ററിന് എന്ത് ചെയ്യോ NCERT വെച്ചൊന്ന് ഓടിച്ചു ഇങ്ങനെ പെട്ടെന്ന് ഇതിൽ ഇങ്ങനെ എന്നാലും പോലും നമ്മള് വായിച്ചു പോയാലും പോലും പിന്നെയും തെറ്റും. പിന്നെ അതേപോലെ തന്നെ ഇത് ഡെയിലി ഷെഡ്യൂൾ ആകുന്ന സംഭവം നമ്മള് ഡെയിലി വെക്കൂല, ഇന്ന ടൈമിൽ ഇന്ന് ചെയ്യണം എന്ന് പറയൂല. ശരി, ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മളത് എഴുതി വെക്കാം അവിടെ. അങ്ങനെ. പിന്നെ അതായത് ഇന്ന് മൊത്തം രാവിലെ 5 മണിക്ക് എഴുന്നേറ്റു രാത്രി അപ്പൊ നീ എഴുതുന്നത് രാത്രി ഉറങ്ങാൻ കിടക്കുന്നതിന് മുമ്പ്. ഓൾമോസ്റ്റ് സെക്കൻഡ് ഇയറിലാണ് എഴുതി തുടങ്ങി. ഓൾമോസ്റ്റ് എല്ലാ ദിവസവും എഴുതിയിട്ടുണ്ട്. അപ്പൊ അതില് പഠിക്കാത്ത ദിവസങ്ങൾ ഉണ്ടായിരുന്ന? പഠിക്കാത്ത ചില റീസൺ അങ്ങനെ എന്റെ ബർത്ത്ഡേ അതിങ്ങനെ അവിടെ ഇങ്ങനെ ഡേറ്റ് ടൈം എല്ലാം ഉണ്ടാവില്ല, നേരെ അവിടെ നിൽക്കും. അന്നാണ് നിങ്ങൾ എന്നെ കൊണ്ട് ഫോഴ്സ് ചെയ്ത് മന്തി വാങ്ങിപ്പിച്ച ദിവസം അല്ലേ? ആരും അറിയാത്ത, പെൺകുട്ടികൾ അറിയാത്ത രഹസ്യം അല്ലേ? പിന്നെ അത് പറഞ്ഞപ്പോഴാ കുറച്ചും കൂടെ ടെൻഷൻ ഫ്രീ ആയിരുന്നു അല്ലേ? അതായത് നിങ്ങളുടെ ലൈഫ് തന്നെ കുറച്ച് എൻജോയ് ചെയ്ത് അത്യാവശ്യം കളിച്ച്, ചില ദിവസങ്ങൾ ബാഡ്മിന്റൺ, ചില ദിവസം ഫുട്ബോൾ ഒക്കെ കളിച്ചിട്ടാ. അത് ഒരിക്കലും പഠനത്തെ ബാധിച്ചിട്ടേ ഇല്ല? ഒരിക്കലും ബാധിച്ചില്ല. അത് നന്നായിട്ട് നമ്മളെ കുറച്ചുകൂടെ എഫിഷ്യൻസി നമ്മളെ കൂട്ടുന്നേ ഉള്ളൂ. നമ്മൾ കളിക്കുന്ന പോലും ഇതുണ്ട്, പഠിക്കണം എന്നുള്ളൊരു കാര്യമുണ്ട്. പിന്നെ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഊക്കിക്കൊണ്ട് പഠിക്കുന്നുണ്ട്. വെച്ചാല് ഇത് പഠിച്ചു NCERT വായിച്ചു, ഞാൻ കുറെ ചാപ്റ്റർ വായിച്ചു. അപ്പൊ ജിനാൻ അടിച്ചു ചോദിക്കുക, അല്ലെ ഷാബാസ് ആരോടെ പോയിട്ട് ഇങ്ങനെ എനിക്കിത് അറിയോന്ന് ചോദിക്കുക, അറിയില്ല ഒന്ന് കളിയാക്കുക. അപ്പൊ നാളെ വരും പിന്നെയോ വേറൊന്നും വെച്ചിട്ട് എന്നിട്ട് എന്നെ കളിയാക്കുക. അതിനിങ്ങനെ പകരം വീട്ടിൽ പിന്നെ അതുപോലെ തന്നെ മറ്റേ 650+ ഇല്ലെങ്കിൽ പിരിവിടുന്ന ഒരു സാധനമൊക്കെ ഉണ്ടായിരുന്നില്ലേ?
കുറെ പൈസ ഉണ്ടായിരുന്നു അവസാനം അവസാനം നമ്മള് ഫുഡ് മേടിച്ച് കഴിക്കുക എന്നുള്ളതാണല്ലേ. അതായത് ഇവരിപ്പം ഞങ്ങൾ ലാസ്റ്റ് അടുത്ത സീരീസ് ടെസ്റ്റിലൊക്കെ 650 മാർക്കിന്റെ മുകളിൽ ഇല്ലാത്ത ആൾക്ക് എത്ര പൈസ ഇടേണ്ടത്? അതില് 50 50 രൂപ അതിലിടണം. എന്നിട്ട് എന്ത് ചെയ്യും, അവർ ആ ഫുഡ് വാങ്ങും. അപ്പൊ ആ 50 രൂപ പേടിച്ചിട്ടൊക്കെ കുറെ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവില്ലേ? 650 കടന്ന് താഴെ വന്ന് അതിനെ ഓൾറെഡി ടെൻഷൻ, അതിന് പുറമെ പൈസ അപ്പൊ മര്യാദയ്ക്ക് അതിന് വേണ്ടി പഠിക്കാനല്ലേ. ഈ പിന്നെ ലാസ്റ്റ് എനിക്ക് തോന്നുന്നത് എക്സാമുകൾ തന്നെയാണ് തോന്നുന്നത് ഏറ്റവും ബെസ്റ്റ് അല്ലേ? അതെന്താ അങ്ങനെ? നമ്മൾ ഓൾറെഡി എല്ലാം പഠിച്ച് ഏകദേശം കഴിഞ്ഞിട്ടുണ്ടാവും. ഇപ്പൊ ഒരു ചാപ്റ്റർ എടുക്കുന്ന പോലെ നമുക്ക് എന്ത് ചെയ്യും, ബോറടി വരും. ഇത് നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ ഇത് വരും, മൈൻഡ് സെറ്റ് വരും. അപ്പൊ അതിൽ നല്ല എക്സാം എഴുതുക, അതിൽ തെറ്റുന്നാണേലും എന്തായാലും പിന്നെ നോക്കണം, ഇമ്പോർട്ടന്റ് ഒരു കാര്യം. അപ്പോൾ എനിക്ക് തോന്നുന്നു ഇപ്പം നിങ്ങളെ കേസിലാണെങ്കിലും നിങ്ങളിപ്പം ഞങ്ങളിപ്പം ചെയ്തിട്ടുണ്ടായിരുന്നത് ഒരു നവംബർ 15 നമ്മളന്ന് പോർഷൻസ് തീർന്നിട്ടുണ്ടായിരുന്നില്ലേ. അപ്പം ഈ വർഷമൊക്കെ കുറച്ചും കൂടെ നേരം, കാരണം ഞങ്ങൾ മറ്റന്നാൾ തുടങ്ങാൻ പോകണം, മെയ് 15 ക്ലാസ് തുടങ്ങാൻ പോകണം. അപ്പം ആ സമയം മുതൽ നവംബർ 15 ശേഷം നമ്മൾ ഓരോ സബ്ജക്റ്റിലും ഓരോ ചാപ്റ്റർ വെച്ചിട്ടുള്ള സീരീസ് ടെസ്റ്റ് നടത്തി. പിന്നെ നമ്മൾ നടത്തിയത് ഫുൾ ചാപ്റ്റർ ടെസ്റ്റുകളായിരുന്നു. ആദ്യം ഒരു 5 ദിവസത്തിലായിരുന്നു, പിന്നെ അത് ഡെയിലി ആക്കി, പിന്നെ ഡെയിലി 2 ആക്കില്ലേ. അപ്പം അത് ഇപ്പം നിങ്ങൾ പോകുന്ന സെൻറ്ററുകളിലും എനിക്കൊന്ന് കഴിഞ്ഞ വർഷം ഞങ്ങൾ ഇങ്ങനെ എന്ത് ചെയ്തിട്ടില്ല, ഡെയിലി ടെസ്റ്റ് 5 ദിവസത്തിൽ ഒരു ടെസ്റ്റ് തന്നെയാണ് നമ്മൾ എന്ത് ചെയ്തുകൊണ്ട് നടത്തിക്കൊണ്ടിരുന്നത്. പക്ഷേ ഇത്തവണ ഇത്രയും റിസൾട്ടിലേക്ക് നമുക്ക് എത്താൻ പറ്റിയില്ല, അതൊരു ഇമ്പോർട്ടൻറ്റ് ഘടകമാണ്. ഇപ്പം നീ പറഞ്ഞതുപോലെ തന്നെ ലാസ്റ്റ് എന്താ ഇപ്പോൾ പഠിക്കുക, ബുക്ക് തുറന്ന് നോക്കുമ്പോൾ ഒന്നും പഠിക്കാനുണ്ടാവില്ല. അതേ സ്ഥാനത്ത് ഇങ്ങനെ എക്സാം എഴുതുക, തെറ്റിപ്പോവുക, ആ ടോപ്പിക്കുകൾ മൊത്തം പഠിക്കുക, വീണ്ടും പഠിക്കാൻ ചുരുക്കി പറഞ്ഞാൽ ഒന്നും കൂടെ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ടാവും, മൊത്തം ഒന്ന് പഠിച്ചിട്ടുണ്ടാവും. ഇപ്പം അന്ന് അഭിജിത്ത് എങ്ങാനോ ഇവൻ പറഞ്ഞിട്ടുണ്ട്, ഷഹബാസ് ഏകദേശം 11,000 ക്വസ്റ്റ്യൻ എങ്ങനെ എന്ത് ചെയ്തിട്ടുണ്ട് നമ്മൾ ലാസ്റ്റ് ഫുൾ ചാപ്റ്റർ ടെസ്റ്റ് സീരീസ് മാത്രമായിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്, അത് ചെയ്തിട്ടുണ്ട്. അപ്പം അതിൽ നിന്നുള്ള അപ്പം നിങ്ങളോട് പറയാനുള്ളത് എന്താ വെച്ച് കഴിഞ്ഞാൽ ഏറ്റവും അവസാനത്തിൽ കഴിഞ്ഞാൽ, കാരണം നിങ്ങൾ ഇതൊക്കെ കഴിഞ്ഞ് എവിടെയെങ്കിലുമൊക്കെ റിപ്പീറ്റ് ചെയ്യാൻ പോകും, എവിടെയാണെങ്കിലും എന്ത് ചെയ്യുക, ലാസ്റ്റ് ആയി കഴിഞ്ഞാൽ എക്സാമുകൾ എഴുതി തന്നെ ചെയ്യാം അല്ലേ. എവിടെന്നെങ്കിലും ക്വസ്റ്റ്യൻ പേപ്പർ ടെലിഗ്രാമിൽ എവിടുന്ന് ഡൗൺലോഡ് ചെയ്താലും കുഴപ്പമില്ല. ഡെയിലി എക്സാമുകൾ, പരീക്ഷയ്ക്ക് അവസാനത്തെ ഒരു മന്തൊക്കെ 2 എക്സാം തന്നെ എഴുതുന്നല്ലേ. കാരണം പിന്നെ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഒരിക്കലും എനിക്കൊന്ന് ഒരു കുട്ടിക്ക് പോലും ആ ടൈം മാനേജ്മെന്റിന്റെ പ്രശ്നമൊന്നും വന്നിട്ടില്ല. പിന്നെ നമ്മൾ എക്സാം എഴുതുമ്പോൾ തന്നെ ചില ക്വസ്റ്റ്യൻസ് ഡൗട്ട് വരും, ഇതിപ്പോ അതാണ് ഇതാണ് അങ്ങനത്തെ ഒരു പ്രശ്നം വരും. അങ്ങനെ ഈ എക്സാമിന് എങ്ങനെയെങ്കിലും നമ്മളൊരു രക്ഷപ്പെടും. പക്ഷേലോ ആ ടോപ്പിക്കും പഠിക്കും, മിസ്റ്റേക്ക് മാത്രം പഠിച്ച് ഒഴിവാക്കലില്ല. ഫസ്റ്റ് എക്സാം എഴുതുന്ന ടൈമിൽ ക്വസ്റ്റ്യൻ പേപ്പർ ഫുൾ നമ്മൾ കാണും, പിന്നെ വീട്ടിൽ വന്നതിന് ശേഷം ക്വസ്റ്റ്യൻ പേപ്പർ തന്നെ ഫുൾ അനലൈസ് ചെയ്യും. ഈ ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ നമുക്ക് എന്തെങ്കിലും പ്രശ്നം വന്നിക്കോന്നുള്ള അതും കൂടി നോക്കും. അതും കൂടെ അങ്ങനെ ആ ഒരു ഡെപ്തിൽ ചെയ്തിട്ടുണ്ട് അല്ലേ. അപ്പൊ അവസാനത്തെ ഒരു മാസം അത് തന്നെ ചെയ്തിട്ടുണ്ട്, ക്വസ്റ്റ്യൻ ചെയ്യാം. അത് ഇപ്പം ഇത്തവണത്തെ നീറ്റിന് അങ്ങനെ ക്വസ്റ്റ്യൻ കാണുമ്പോ തന്നെ ആൻസർ എന്നുള്ള അങ്ങനെ കുറെ ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു എനിക്ക് മനസ്സിലാവും ഇതിങ്ങനെയാണ്. ഏതും ചെയ്ത് പറ്റും. ടൈമിന്റെ ഒരു പ്രശ്നം നിനക്ക് ഉണ്ടായിരുന്നില്ല, 2-3 ക്വസ്റ്റ്യൻ കെയർലെസ് മിസ്റ്റേക്ക് വരുത്തിയാണ്. അത് പിന്നെ നമ്മളെ കയ്യിലല്ല. എന്നാലും 691 കിട്ടിയപ്പോ നീ ഹാപ്പി തന്നെയാണ്. അതും +2ന്റെ കൂടെയാണല്ലേ, +2ന്റെ കൂടെയാണ്. അപ്പം എനിക്ക് വന്നത് നിന്റെ നാട്ടിൽ നിന്നൊക്കെ ഇനി ഒരുപാട് ആൾക്കാർക്ക് ഇന്റഗ്രേറ്റഡ് സ്കൂളൊക്കെ നോക്കാനുള്ള ഒരു പ്രചോദനം എന്തായാലും നീ ആവാൻ ചാൻസ് ഉണ്ട് അല്ലേ. റൈറ്റ്. പിന്നെ വീട്ടിലൊക്കെ പറഞ്ഞോ ഇതിനെ കുറിച്ചൊക്കെ? വീട്ടിൽ അല്ലെങ്കിൽ കുടുംബക്കാരൊക്കെ അറിഞ്ഞ് സ്വീകരണമൊക്കെ തന്നൊക്കെ തുടങ്ങിയോ? ഒന്നും പറഞ്ഞില്ല, റിസൾട്ട് വരുമ്പോ അറിയിക്കാന്നാണ്. കുഴപ്പമില്ലാണ്ട് എഴുതിയിട്ടുണ്ട്. അല്ല ഒരു മറ്റേ സാധനം കാണിക്ക്, ഉപ്പ വാങ്ങി തന്നെ റിസൾട്ട് വന്ന് എപ്പോഴാ അതായത് ലൈഫിന്റെ മോനെ, ലൈഫിന്റെ ഇതേതാ 15 Pro അല്ലേ? യെസ്. എപ്പോഴാണ് പിറ്റേന്ന് തന്നെ കൊണ്ട് തന്നെ? ഇതാണ്. അതായത് പിന്നെ എന്നെ ഇങ്ങനെ വിളിച്ചു ചോദിച്ചിട്ടുണ്ടായിരുന്നു, മാർക്കൊക്കെ ഉണ്ടോ, എങ്ങനെയുണ്ട്, നല്ല നമ്മൾ എന്തായാലും നല്ല മാർക്കുണ്ട്, പ്രശ്നമൊന്നുമില്ല, റെഡിയാണ്. പിറ്റേന്ന് നോക്കുമ്പോൾ നിനക്ക് ഒന്നും കൂടെ വെയിറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ 16 Pro കിട്ടുന്നു കേട്ടോ. നീ പറഞ്ഞില്ല ഇപ്പൊ വേണ്ട, എനിക്ക് 16 മതി എന്നുള്ള. എനിക്ക് തോന്നുന്നു 1-2 മാസം കൊണ്ട് റിലീസാവും തോന്നുന്നുണ്ട്. പക്ഷെ അതൊന്നും വിഷയമല്ല, സാധനം കിട്ടുക എന്നുള്ളതാണ്. ഇനിയുള്ള ഒരു 2 മാസം എന്താ നിന്റെ പ്ലാന്? 2 മാസം മാക്സിമം എൻജോയ് ചെയ്യാന്നുള്ളതാണല്ലേ. സിനിമ ഒക്കെ കണ്ടൊക്കെ തുടങ്ങിയോ? ഏകദേശം കണ്ടു. ഒരു നഷ്ടബോധവും സാധനങ്ങളൊന്നും ഇല്ല, കാരണം എല്ലാവരും സെറ്റ് ആയിട്ട് നിൽക്കുകയാണല്ലോ. അതെ. ഓക്കെ. നീയാണത്, അതായത് 4 മണിക്കൂറൊക്കെ പഠിച്ചിരുന്നു, ഈ 7 മണിക്കൂറൊക്കെ ഉറങ്ങി, അല്ല 4 മണിക്കൂറൊക്കെ ഉറങ്ങിയ സമയത്ത് 7 മണിക്കൂറാകുമ്പോൾ നിനക്കത് ഇമ്പ്രൂവ്മെന്റ് ആയിട്ടാണ് ഫീൽ ചെയ്തത്? അതെ ശരിയാണ്. കാരണം ഇത് ഞാൻ പ്രത്യേകം പറയാണ്, ഇപ്പം ഇതിൽ തന്നെ ഇപ്പം നമ്മളെ റിലേഷൻഷിപ്പ്, ഞാൻ പിന്നെ ഷഹബാസിനോട് ചോദിച്ചപ്പോൾ അവൻ ഏറ്റവും ഫസ്റ്റ് റിലേഷൻഷിപ്പ് ഉണ്ടോ
കിട്ടില്ല എന്നാണ്. അതേ സ്ഥാനത്ത് വേറൊരു പെൺകുട്ടീനോട് ചോദിച്ചോളാം അതൊന്നും വലിയ കുഴപ്പമില്ല, നമ്മൾ എന്താണ് അതിന് ടൈം സ്പെൻഡ് ചെയ്യുന്നത്. അപ്പൊ അതൊക്കെ ഓരോരുത്തർക്കും എന്താണ് യെസ് ആ ഞാനിപ്പം പറയുന്നിട്ട് ഓല് ഫോളോ ചെയ്താൽ അത് നടക്കണം എന്നുള്ള കാര്യമില്ല. അതെ കറക്റ്റ് ആണ് കറക്റ്റ്. അതായത് ഇത് നിങ്ങൾ എല്ലാ ഇന്റർവ്യൂവും കാണാം, എന്നിട്ട് നിങ്ങൾക്ക് ഏറ്റവും ബെസ്റ്റ് തോന്നുന്ന കാര്യങ്ങൾ ചൂസ് ചെയ്യാന്നുള്ളതാണല്ലേ നിന്റെ പോയിന്റ്. എന്താ ഈ റിലേഷൻഷിപ്പിനെ കുറിച്ചൊക്കെ? അത് ഓരോരുത്തരെ ഇതനുസരിച്ചിരിക്കും. നിനക്ക് എന്താ തോന്നുന്നത്, ഒരു റിലേഷൻ ഉണ്ടായിരുന്നെങ്കിൽ കിട്ടിയായിരുന്നു നിങ്ങൾക്ക്? അങ്ങനെ ഞാൻ വിചാരിച്ചു അതിനെ കുറിച്ച് ആലോചിച്ചിട്ടില്ല. ഓക്കെ ഓക്കെ റൈറ്റ്. പിന്നെ റിപ്പീറ്റ് ചെയ്യാൻ അല്ലെങ്കിൽ നീറ്റിന് പഠിക്കാൻ പോകുന്ന ഇന്റഗ്രേറ്റഡ് ആയിക്കോട്ടെ റിപ്പീറ്റ് ചെയ്യാനൊക്കെ പോകുന്ന ആൾക്കാരോട് എന്താ നിനക്ക് നിങ്ങൾ ചെയ്യണ്ട അല്ലെ ചെയ്യണ്ടാത്ത ഒരു 2-3 കാര്യങ്ങൾ പറഞ്ഞേ. ചെയ്യേണ്ട കാര്യം ഞാൻ പറഞ്ഞു. ചെയ്യണ്ടാത്തത് കുറച്ചുകൂടെ അത് ഡിപ്പെൻഡ് ചെയ്യും. നമ്മൾ ഫാക്കൽറ്റീസ് നല്ല കമ്മ്യൂണിക്കണം, അതിലൂടെ നമുക്ക് എന്താ മെച്ചപ്പെടുത്താം. ഫാക്കൽറ്റീസിനെ സോപ്പിടുക എന്നുള്ളത്, അതായത് ഭക്ഷണം കഴിക്കുമ്പോൾ ഫാക്കൽറ്റീസിനെ തൊട്ടടുത്തിരുന്നിട്ട് ലോക കാര്യങ്ങൾ സാർ അത് അങ്ങനെയല്ല ഇത് ഇങ്ങനെയല്ല ചോദിച്ചിട്ട് ആൾക്കൊരു ഇത് വരുത്തുന്നവരായിരിക്കണം. റൈറ്റ്. ഫാക്കൽറ്റീസിനെ ഇംപ്രസ് ചെയ്ത് കഴിഞ്ഞാൽ കുറെ അവർക്കും എനിക്കറിയാം കേട്ടോ. അതായത് ഒരുപാട് ഫാക്കൽറ്റീസ് നിന്റെ പേര് എന്നോട് പറഞ്ഞിട്ടുണ്ട്. അപ്പം ഒരുപക്ഷെ എന്തായിരിക്കും ഈ ഒരു പാർട്ടും കൂടെ അതിന്റെ കൂടെ വരും അല്ലെ. നമ്മൾ നന്നായി സംസാരിച്ച് നമ്മൾ എന്താണെന്ന് അവർക്കും കൃത്യമായിട്ട് മനസ്സിലായിട്ടുണ്ടാവും. ഒന്നത് ഓക്കെ. അപ്പൊ ഒരു ഫ്രണ്ട്സ് ഒക്കെ പോലെ അപ്പൊ ഡൗട്ട് എല്ലാം നേരെ പോയി ചോദിക്കാം. പൊട്ടത്തരാണ് അടി കിട്ടാനുള്ള സാധ്യതയുണ്ട്. ഒരു ഫ്രണ്ട്സ് പോലെ ഉണ്ടല്ലേ, ടീച്ചർ സ്റ്റുഡന്റ് എന്നുള്ള ബന്ധത്തിൽ. റൈറ്റ് റൈറ്റ്. അത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു റെയർ പീസ് ഓഫ് അഡ്വൈസ് ആണ്. പിന്നെ എന്താ പറയാന്ന് വെച്ചാൽ മിസ്റ്റേക്ക് വെക്ക്, അത് നന്നായി സഹായിക്കും. പിന്നെ ഇതാവാണ്ട് നിൽക്കണത് റാങ്ക് ലിസ്റ്റ് താഴെ പോവാ, അത് നമ്മള് മൈൻഡ് ചെയ്യണ്ട. നമ്മള് വർക്ക് ചെയ്ത് നമുക്ക് കിട്ടും. അങ്ങനെ ഒരു ഇതാലോചിച്ചു പോകണം. വെച്ചാല് നെഗറ്റീവ് വേർഡ് ആടെ കൂടാൻ പാടില്ല, പോസിറ്റീവിനോട് കൂടി പോകുന്നതാണെങ്കിൽ നന്നായിട്ട് മെച്ചപ്പെടും. അതായത് ഈ ജേർണിയിൽ എന്തായാലും അപ്സ് ആൻഡ് ഡൗൺസ് ഉണ്ടാവും, ഉറപ്പായിട്ടുണ്ടാവും. പലരും നെഗറ്റീവ് പലതും പറയും, നമുക്കിത് നടക്കുമോ എന്തിനാ ഇപ്പം ഇത് ചെയ്യുന്നതെന്നൊക്കെ. ഇവൻ അവിടെ നിന്നൊക്കെ ഫസ്റ്റ് ഇയറിലൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടാവും അല്ലേ. അപ്പം പിന്നെ അത് അങ്ങനെ പറയുന്ന ആൾക്കാരെ മാറ്റി നിർത്തി പഠിക്കാൻ താല്പര്യമുള്ള ഇതിനോട് താല്പര്യമുള്ള ആൾക്കാരോട് കൂടി മാക്സിമം ഇതാവുന്നുള്ള. ഈ ഫ്രണ്ട്ഷിപ്പിനെ കുറിച്ച് എന്താ? ഫ്രണ്ട്ഷിപ്പ് നല്ലതാണ്. എനിക്ക് എല്ലാവരോടും കൂടെ ഉണ്ടായി. ഞാൻ പഠിക്കുന്നവരോട് ഉണ്ടാവും, എല്ലാവരോടും നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ എല്ലാം ഏകദേശം എൻജോയ് ചെയ്തിട്ട് പഠിക്കുകയും ചെയ്തു. നിനക്കൊരു ഒരു ഇവന്റോട് ഇനി കൂടിയാൽ ശരിയാവില്ല, എന്റെ കുറെ സമയം അങ്ങനെ ഒന്നും ആരെ കുറിച്ചും ഇല്ല. പക്ഷെ നീ കറക്റ്റ് ഗ്യാപ്പ് എടുക്കും തോന്നുന്നല്ലേ? ഞാൻ നോക്കും ഈ ടൈമിൽ പഠിക്കുന്ന ടൈമില് എല്ലാ പഠിക്കുന്ന തന്നെ ഉണ്ടാവാ. ഞാൻ പ്ലേ ടൈം വെച്ചാല് ഈവനിങ് ഒക്കെ ആണെങ്കിൽ ഓരോട് എല്ലാവരോടും അതായത് കറക്റ്റ്. ഞാനൊക്കെ ഉണ്ടായിരുന്നു പണ്ട് ഒന്നും മനസ്സിലാത്ത ഇംഗ്ലീഷ് പീരീഡ് ഒക്കെ ചിലപ്പോൾ ഏറ്റവും ബാക്ക് പോയിരിക്കായിരുന്നു. മെയിൻ കച്ചറകളൊക്കെ കൂടി നമ്മളൊരു എൻ്റർടൈൻമെൻറ്റ് പീരീഡ് എന്നുള്ള രീതിയിൽ. അപ്പം മറ്റേ ഓരോ തന്നെ പറയുന്നത് നീ ഇങ്ങനെ ഓക്കെ. അപ്പം അതൊക്കെ ഇനി അതേപോലെ തന്നെ നിനക്ക് വർക്കൗട്ടായ കാര്യങ്ങൾ ഒന്ന് മിസ്റ്റേക്ക് ബുക്കാണ്. പിന്നെ ഷോർട്ട് നോട്ട് അതെങ്ങനെയാ സംഭവം? ഷോർട്ട് നോട്ട് ഇക്വേഷൻ മാത്രമല്ല ഉണ്ടാവും. ചില NCERT വായിക്കുന്നു, അതിൽ ഇങ്ങനെ ആവശ്യ ലൈൻസ് നീറ്റ് ചോദിച്ചേക്കാൻ സാധ്യത. നമ്മളെ NCERT അയക്കുമ്പോ ഒരാൾ പോയി ചോദിക്കും, ചെറിയ ഇത് നീറ്റിന് ചോദിക്കും. എന്നിട്ടിങ്ങനെ നമ്മളെന്ത് ചെയ്തു ചുമര് മേലെ എഴുതി വെക്കും, ഈ സ്റ്റേറ്റ്മെന്റ് ഇങ്ങനെ എഴുതി നീറ്റ് 2024 എന്നൊക്കെ എഴുതി ത്രില്ല് കിട്ടും. കുറെ സ്റ്റിക്കി നോട്ട്സിൽ ഇങ്ങനെ എന്തൊക്കെ മൊത്തം സ്റ്റിക്കി നോട്ടായിരുന്നു ഇവന്റെ ഒരു ക്യൂബിക്കിൾ മുഴുവൻ. പിന്നെ അതില് അപ്പൊ നീ ക്ലാസ്സിൽ നോട്ട് എഴുതാറില്ല? ക്ലാസ്സിൽ നോട്ട് ചെയ്തു. ആ നോട്ട് പിന്നെ റെഫർ ചെയ്യാറില്ല? ആ നോട്ട് റെഫർ ചെയ്യും. ഞാൻ ഈ ഷോർട്ട് നോട്ട് എന്ന സാധനം ഉണ്ടെന്ന് ലാസ്റ്റ് ടൈമിലാണ്. ഫസ്റ്റ് ടൈമിലൊന്നും ഷോർട്ട് നോട്ട് അങ്ങനത്തെ ഉണ്ടായിരുന്നില്ല. സീരീസ് ടെസ്റ്റ് തുടങ്ങുന്ന ടൈമിൽ, അതായത് പോഷൻ കഴിഞ്ഞതിന് ശേഷമാണ് നീ എന്ത് ചെയ്തത്? അത് കറക്റ്റ് അല്ല, അതിനു മുന്നേ ഇതിനൊന്നും സമയം ഉണ്ടാവില്ല. അന്നന്ന് എടുത്തത് അന്നന്ന് പഠിച്ചു തീർക്കുക എന്നുള്ളതിലപ്പുറം എന്ത് ചെയ്യൂല, കാര്യമായിട്ടൊന്നും എന്തുണ്ടാവില്ല അല്ലേ. യെസ്. അപ്പം പിന്നെ ഷോർട്ട് നോട്ട്സ് എഴുതിയതും അതേപോലെ തന്നെ മിസ്റ്റേക്ക് ബുക്ക് ഉണ്ടാക്കിയതും ഒക്കെ എന്താണ് സീരീസ് ലാസ്റ്റ് പോർഷൻ കഴിഞ്ഞിട്ടുള്ള സമയം. പക്ഷെ അതുവരെയുള്ള സമയം നീ അന്നന്ന് എടുക്കുന്ന അന്നന്ന് തന്നെ പഠിച്ചിട്ടുണ്ട് അല്ലേ. ഈ കിട്ടിയതിൽ ഏറ്റവും കൂടുതൽ നന്ദി പറയാൻ അല്ലെങ്കിൽ ഇത് കടപ്പാടുള്ള ആരോടൊക്കെ ആയിരിക്കും? ഒരു 2 ആളെ പേര് പറയണേ. പേര് പറയണ്ട, ഒരു ജനറലി പറഞ്ഞാൽ മതി. പാരന്റ്സ്, ഫാക്കൽറ്റീസ് നന്നായിട്ട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിനക്ക് ഏതെങ്കിലും ഇതിലിപ്പം എന്താ നിന്നെ ഇങ്ങനെ പഠിക്കാൻ മോട്ടിവേറ്റ് ചെയ്ത സാധനം എന്താ? നമ്മള് ഫാക്കൽറ്റീസ് തന്നെ വരൂലേ, കുറെ ആൾക്കാര് മെഡിക്കൽ കോളേജ്, ബിലാൽ സാറും ഷിബ്ലി സാറും ഓലൊക്കെ കോളേജ് ലൈഫ് ഇങ്ങനെ പറയും. അതൊക്കെ നന്നായിട്ട് അവിടെ എത്തിയാലേ ഇത് മെച്ചപ്പെടും. പിന്നെ അത് അല്ലാതെ ഇപ്പം പാരന്റ്സ് അങ്ങനത്തെ സാധനങ്ങൾ നിന്നെ മോട്ടിവേറ്റ് ചെയ്തിട്ടുണ്ടോ? പാരന്റ്സ് മോട്ടിവേറ്റ്
ഓൾറെഡി ഹാപ്പിനെസ് ആലോചിച്ച് നോക്കിയാൽ മതി. ആ അതെ നമുക്കിപ്പോ ഇത് കിട്ടി കഴിഞ്ഞ് ഒരു മെഡിക്കൽ കോളേജ് ചേർന്നു, അങ്ങനെയാണെന്നുള്ള റൈറ്റ് ഓക്കെ ഫൈൻ. പിന്നെ ഇപ്പൊ അവര് ഹാപ്പിയാണോ? ഓ ഹാപ്പിയാണ്. ഹാപ്പിയാണ്. പിന്നെ പക്ഷെ എല്ലാവരോടൊന്നും പുറത്തു പറഞ്ഞിട്ടില്ലാന്ന് തോന്നുന്നില്ലേ? ഇല്ല ഇല്ല, റിസൾട്ട് വന്നിട്ട് ഇതാക്കാന്നുള്ളതിലാണ്. പക്ഷെ ഫോണൊക്കെ വാങ്ങി തന്നു. ഇപ്പൊ നേരിട്ട് വന്നിട്ട് ആദ്യം എന്താ ചെയ്തതിനെ കെട്ടിപ്പിടിച്ചോ? അല്ല പൊതുവെ അങ്ങനെയൊക്കെയുള്ള ഒരു സ്നേഹമൊക്കെ പ്രകടിപ്പിക്കുന്ന ഉപ്പയാണോ, അല്ലെങ്കിൽ ഇത്തവണ ഒരു എക്സ്ട്രാ എന്തെങ്കിലും ഉണ്ടായിരുന്നോ? പൊതുവെ മീൻസ് ഷോ ഓഫ് മീൻസ് അങ്ങനെ എക്സ്പ്രസ് ചെയ്യുന്ന ആൾ തന്നെയാണല്ലേ? കാരണം എന്നെ വിളിച്ചപ്പോൾ ഉപ്പാക്ക് ഭയങ്കര സന്തോഷം ഉണ്ടായിരുന്നു അന്ന് രാത്രി തന്നെ അവിടുന്ന് വിളിച്ചപ്പം. പിന്നെ എങ്ങനെയുണ്ട് കാര്യങ്ങളൊന്നും, അപ്പോൾ തന്നെ എനിക്ക് അതിൻ്റെ ഒരു ഗ്രാവിറ്റി മനസ്സിലായി. ഞാൻ അവിടുത്തെ ഒരു പിന്നെ ഹോസ്റ്റലിലുള്ള ആ കൾച്ചർ അത് ഭയങ്കര ഇമ്പോർട്ടൻ്റ്. ഒരു പിയർ ഗ്രൂപ്പ് ഉണ്ടാവുക എന്നുള്ള ഭയങ്കര ഇതാണ്. കാരണം ഞാനിപ്പോൾ അവിടെ ഇപ്പോൾ വരുമ്പോഴും ഞാനവിടെ വന്നിട്ട് നിങ്ങളെ കുറച്ച് ഉപദേശിക്കണം എന്നൊക്കെ വിചാരിച്ചിട്ടാണ് ഞാൻ വരിക. പക്ഷേ നിങ്ങൾ ആ സാധനം പെർഫെക്റ്റ്ലി എന്ത് ചെയ്യുന്നുണ്ടാവും, ഓൾറെഡി ചെയ്യുന്നുണ്ട്. പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഇടയ്ക്ക് മുമ്പ് ബെറ്റൊക്കെ വെച്ചിട്ട് മറ്റേ ഏതോ ഒരു സാധനമൊക്കെ എനിക്കന്ന് ഓർമ്മയുണ്ട്, ഇതില്ല ടെക്സ്റ്റ് ബുക്കിലില്ല, ഇത് ടെക്സ്റ്റ് ബുക്കിലുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ടില്ലേ. അപ്പം അത് ഇമ്പോർട്ടൻ്റ്. അതായത് നിങ്ങൾ എവിടെ നീറ്റിന് പഠിക്കാൻ ചേർന്നാലും അല്ലെങ്കിൽ ജെയ്ക്ക് പഠിക്കാൻ ചേർന്നാലും നിങ്ങൾക്ക് പഠനത്തിന് ഹെൽപ്പ് ചെയ്യുന്ന ഒരു പിയർ ഗ്രൂപ്പ് ഉണ്ടാവുക എന്നുള്ളത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ഇപ്പോൾ ഇവരുടെ കേസിൽ റംഷാദ് ഉണ്ടായിരുന്നു, സിനാൻ ഉണ്ടായിരുന്നു, ഷഹബാസ് ഉണ്ടായിരുന്നു, ഷഹീൻ ഉണ്ടായിരുന്നു, അജിത്ത് ഉണ്ടായിരുന്നു, ആദി ഉണ്ടായിരുന്നു. അപ്പോൾ ഇവരൊക്കെ എന്താണ് +2ൻ്റെ കൂടെ ഇത്തവണ MBBS ഉറപ്പിച്ച ആൾക്കാരും കൂടെയാണ്. അപ്പം അത് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. മറ്റേ സാധനം ഉണ്ടാവാനും പാടില്ല അല്ലെ, വെറും കളി എന്നുള്ള മോഡലിലേക്ക്. എല്ലാം മിക്സ് ആയി നമ്മൾ ഫുൾ പഠിത്തം എന്നുള്ളതും പറയാൻ പറ്റില്ല, ഫുൾ കളി എന്ന് പറഞ്ഞില്ല, എല്ലാം കൂടെ ഓളിംഗ് ആയിട്ടാണ് നമ്മൾ നടക്കാറ്. ലാസ്റ്റ് ഒരു ക്വസ്റ്റ്യൻ, റംഷാൻ എനിക്ക് തോന്നുന്നു തുടക്കം മുതൽ നീ കുറച്ച് ബ്രൈറ്റ് ആണെന്നാണ് ഞങ്ങൾക്ക് എല്ലാവർക്കും തോന്നിയത്. ഈ റിപ്പീറ്റ് ചെയ്യാൻ പോകുന്നത് എല്ലാവരും ആ കൈൻഡ് ഓഫ് ബ്രൈറ്റ് ഒന്നും ആണെന്നില്ല. പക്ഷെ ഒരു വർഷം കറക്റ്റ് ഹാർഡ് വർക്ക് ചെയ്താൽ കിട്ടും. എന്താ അതിന്റെ കിട്ടും? നമുക്ക് തന്നെ അവിടെ എക്സാമ്പിളുകൾ ഉണ്ട്. ഇത്രയാണ് റംഷാൻ്റെ എനിക്ക് പറയാനുള്ളത്. എന്താ വെച്ചാൽ, ഒന്ന് നിങ്ങൾക്കൊരു സ്ട്രോങ് വില്ലുണ്ടെങ്കിൽ നിങ്ങൾ ഒരു വർഷം അല്ലെങ്കിൽ 2 വർഷം, ഇതിനെ ഇൻറ്റഗ്രേറ്റ് ആണെങ്കിൽ 2 വർഷം, റിപ്പീറ്റ് ആണെങ്കിൽ 1 വർഷം കൃത്യമായിട്ട് ഡിസിപ്ലിൻ. നീ ഒരു മോട്ടിവേഷൻ്റെ ആളായിരുന്നില്ല അല്ലേ? ഇല്ല, റംഷാദ് മോട്ടിവേഷൻ്റെ ആളെ ആയിരുന്നില്ല. എന്താണ് അവൻ ഡിസിപ്ലിൻഡ് ആയിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്, 1 വർഷം പഠിച്ചിട്ടുണ്ട്. പഠിക്കാത്ത വളരെ മേ ബി ഒരു 10 ദിവസം ഉണ്ടാവായിരിക്കും അല്ലേ? പിന്നെ വീട്ടിൽ പോയ ദിവസം വീട്ടിൽ പോയ ദിവസങ്ങൾ വെച്ച് ബാക്കി എല്ലാ സമയത്തും എന്തിനും പഠിച്ചിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ 700 എത്തിയാനല്ലേ. വിട്ട് 600 വിചാരിച്ചു വന്നാൽ 691 ഇട്ടാൽ തന്നെ നല്ലതാണ്. അപ്പം അതിന് നിങ്ങൾ തയ്യാറാണെങ്കിൽ നിങ്ങൾക്ക് 1 വർഷം ധൈര്യമായിട്ട് എന്ത് ചെയ്യാം, റിപ്പീറ്റ് ചെയ്യാവുന്നതാണ്. ഒരു സംശയമില്ല. നിങ്ങൾക്ക് എന്താ അടുത്ത മെയ് ആകുമ്പോൾ ഇതേപോലെ നിങ്ങൾക്ക് ഇവിടെ വന്നിട്ടിരുന്ന് സംസാരിക്കാം.